അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 11 ബുധനാഴ്ച. സംസ്ഥാനത്തെ 31 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDFന് കനത്ത തിരിച്ചടി നേട്ടമുണ്ടാക്കി UDF. 17ഇടത്ത് UDFും 11ഇടത്ത് LDFും 3 വാർഡിൽ BJPയും വിജയിച്ചു. LDF 15, UDF 13, BJP 3 എന്നിങ്ങനെയായിരുന്നു തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള സ്ഥിതി. UDF സീറ്റ് പിടിച്ചെടുത്തതോടെ തൃശൂർ ജില്ലയിലെ നാട്ടിക, പാലക്കാട് ജില്ലയിലെ തച്ചമ്പാറ, ഇടുക്കി ജില്ലയിലെ കരിമണ്ണൂർ പഞ്ചായത്തുകളിൽ LDFന് ഭരണവും നഷ്ടമാകും. തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF നേടിയ ഉജ്ജ്വല വിജയം അതിശക്തമായ ഭരണവിരുദ്ധ വികാരത്തിന്റെ തെളിവാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. നോർക്ക റൂട്ട്സിലെ ജീവനക്കാരുടെ പെൻഷൻ പ്രായം 58 വയസ്സിൽ നിന്നും 60 വയസ്സായി ഉയർത്തുമെന്ന് ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. ഇതിനു പുറമെ പാലക്കാട് ജില്ലയിൽ കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി പാലക്കാട് താലൂക്കിലെ പുതുശ്ശേരിയിലെ 105.2631 ഏക്കർ ഭൂമി സംസ്ഥാന ഓഹരിയായി കേരള ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന് കൈമാറാനും ഇന്നത്തെ യോഗം അനുമതി നൽകി. മാടായി കോളേജ് നിയമനവുമായി ബന്ധപ്പെട്ട് MK രാഘവൻ MPയും പ്രാദേശിക കോൺഗ്രസ് നേതൃത്വവും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ KPCC 3-അംഗ സമിതിയെ നിയോഗിക്കും. ചെയർമാൻ ഉൾപ്പെടെയുള്ള സമിതി അംഗങ്ങളെ ഇന്നു തന്നെ തീരുമാനിക്കും. കണ്ണൂരിലെ പ്രശ്നങ്ങൾ അതീവ ഗുരുതരമെന്നാണ് KPCCയുടെ വിലയിരുത്തൽ. വിഷയം ഇനിയും നീട്ടിക്കൊണ്ടുപോകാനാകില്ലെന്നും മുതിർന്ന നേതാക്കൾ വിലയിരുത്തി. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പാർട്ടി പറഞ്ഞാൽ മാറുമെന്നും എന്നാൽ ഇപ്പോൾ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും K സുധാകരൻ. ചർച്ചയുണ്ടാക്കുന്നത് മാധ്യമങ്ങൾ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം KPCC നേതൃമാറ്റം വേണോ വേണ്ടയോ എന്നത് പൊതുവേദിയിൽ ചർച്ച ചെയ്യേണ്ട കാര്യമാണെന്ന് തോന്നുന്നില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ പറഞ്ഞു. CPM കൊല്ലം ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനത്തിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ വിമർശനമെന്ന് റിപ്പോർട്ട്. തൊഴിലാളി വർഗ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ജാഥ നടത്തിയപ്പോൾ MV ഗോവിന്ദൻ മൈക്ക് ഓപ്പറേറ്ററോട് തട്ടിക്കയറിയത് ശരിയായില്ലെന്നും MK ബാലന്റെ മരപ്പട്ടി പ്രയോഗം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും വിമർശനമുണ്ട്. കൂടാതെ പദവികൾ നൽകുന്നതിൽ പാർട്ടിയിൽ 2 നീതിയാണെന്നും ആരോപണമുയർന്നുവെന്നും റിപ്പോർട്ടുകൾ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ രജിസ്റ്റർ ചെയ്ത 32 കേസുകളിൽ അന്വേഷണം തുടരുന്നതായി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. 4 കേസുകളിൽ തെളിവില്ലാത്തതിനാൽ അന്വേഷണം അവസാനിപ്പിച്ചുവെന്നും ഒരു അതിജീവിതയുടെ പരാതിയിൽ മാത്രം 11 കേസുകൾ എടുത്തിട്ടുണ്ടെന്നും SIT ഡിവിഷൻ ബെഞ്ചിനെ അറിയിച്ചു. ഹർജികൾ ഈ മാസം 19-ന് വീണ്ടും പരിഗണിക്കും. കോൺഗ്രസ് നേതൃത്വത്തിനെതിരായ തുറന്നുപറച്ചിൽ വിവാദം അടഞ്ഞ അധ്യായമാണെന്ന് ചാണ്ടി ഉമ്മൻ MLA. ഉപതെരഞ്ഞെടുപ്പിന് ചുമതലകൾ തരാത്തതിൽ പരാതിയില്ലെന്ന് ചാണ്ടി ഉമ്മൻ വിശദീകരിച്ചു. KPCC പ്രസിഡന്റ് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചുവെന്നും ഇനി പറയാനുള്ളതെല്ലാം പാർട്ടി വേദിയിൽ മാത്രമേ പറയൂവെന്നും ചാണ്ടി ഉമ്മൻ കൂട്ടിച്ചേർത്തു. CPM വഞ്ചിയൂർ ഏരിയ സമ്മേളനത്തിനായി റോഡ് തടഞ്ഞ് പന്തൽ കെട്ടിയ സംഭവത്തിൽ ഏരിയ സെക്രട്ടറിയെ 1-ാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു. പാളയം ഏരിയ സെക്രട്ടറി വഞ്ചിയൂർ ബാബു അടക്കം 31 പേരെയാണ് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയത്. നേരത്തെ കണ്ടാലറിയുന്ന 500ഓളം ആളുകൾ എന്നായിരുന്നു പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. CPMന് പിന്നാലെ റോഡ് കയ്യേറി CPI സംഘടനയും. ജോയിന്റ് കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻസ് സമ്മേളനത്തിന്റെ വേദിയാണ് സെക്രട്ടേറിയറ്റിനു മുന്നിലെ റോഡ് കയ്യേറി പന്തൽ കെട്ടിയത്. നടപ്പാത കെട്ടിയടച്ചതോടെ കാൽനടയാത്രക്കാർ വലഞ്ഞു. CPIയുടെ മുതിർന്ന നേതാവ് പന്ന്യൻ രവീന്ദ്രനാണ് സമരം ഉദ്ഘാടനം ചെയ്തത്. പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാത്ത രീതിയിലാണ് സമരം നടത്തേണ്ടതെന്നും ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രനെതിരായ മാനനഷ്ട കേസിൽ നടപടി വൈകുന്നതിനെതിരെ CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. എത്രയും വേഗം കേസിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ മജിസ്ട്രേറ്റ് കോടതിയോട് നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി ജസ്റ്റിസ് VG അരുൺ ആണ് പരിഗണിക്കുന്നത്. കേരളത്തിലെ 2 ഹോമിയോ കോളേജുകളിലെ അഡ്മിഷൻ നടപടികൾ റദ്ദാക്കി. എറണാകുളം പടിയാർ മെമ്മോറിയൽ കോളേജ്, തിരുവനന്തപുരം ശ്രീ വിദ്യാധിരാജ ഹോമിയോപ്പതി കോളേജുകൾക്കെതിരെയാണ് നടപടി. നാഷണൽ കമ്മീഷൻ ഫോർ ഹോമിയോപ്പതിയാണ് ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിച്ചത്. BHMS കോഴ്സിലേക്ക് 2 കോളേജുകളും നടത്തിയ അഡ്മിഷനുകളാണ് റദ്ദാക്കിയത്. പൊതുവായ കൌൺസിലിംഗ് മാനദണ്ഡങ്ങൾക്ക് വിപരീതമായി പ്രവർത്തിച്ചുവെന്ന് കണ്ടെത്തിയാണ് നടപടി. നടിയെ ആക്രമിച്ച കേസിൽ മുൻ DGP R. ശ്രീലേഖയ്ക്കെതിരെ അതിജീവിതയായ നടി കോടതിയലക്ഷ്യ ഹർജി നൽകി. കേസിൽ ദിലീപിനെതിരെ തെളിവില്ലെന്ന ശ്രീലേഖയുടെ പ്രസ്താവനയ്ക്കെതിരെയാണ് അതിജീവിതയായ നടിയുടെ ഹർജി. നിരവധി തെളിവുകൾ ഉള്ള കേസിൽ തെളിവില്ലെന്ന് പറയുന്നത് കോടതിയലക്ഷ്യത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് ഹർജിയിലെ വാദം. മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ അത് വഖഫ് ഭൂമി അല്ലാതാകില്ലെന്നുമുള്ള KM ഷാജിയുടെ നിലപാടിനെ പിന്തുണച്ച് കോഴിക്കോട്ടെ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിനു മുന്നിൽ പോസ്റ്ററുകൾ. KM ഷാജിയെ പിന്തുണച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾക്കൊപ്പം കുഞ്ഞാലിക്കുട്ടിയെ വിമർശിച്ചും പോസ്റ്ററുകളുണ്ട്. SDPI നേതാവ് ഷാൻ വധക്കേസിലെ 4 പ്രതികളുടെ ജാമ്യം ഹൈക്കോടതി റദ്ദാക്കി. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത RSS BJP പ്രവർത്തകരായ പ്രതികളുടെ ജാമ്യമാണ് റദ്ദാക്കിയത്. പ്രതികൾക്ക് ജാമ്യം നൽകിയ സെഷൻസ് കോടതി ഉത്തരവിനെതിരെ സർക്കാർ നൽകിയ അപ്പീലിലാണ് തീരുമാനം. എന്നാൽ മറ്റ് 5 പ്രതികൾക്ക് ജാമ്യം നൽകിയത് ഹൈക്കോടതി ശരിവച്ചു. ലൈംഗികാതിക്രമ കേസിൽ നടനും സംവിധായകനുമായ ബാലചന്ദ്ര മേനോന് മുൻകൂർ ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി. നവംബർ 21 വരെ ഇടക്കാല മുൻകൂർ ജാമ്യം അദ്ദേഹത്തിന് നേരത്തെ അനുവദിച്ചിരുന്നു. ഇതേ ഹർജിയിലാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിലെടുത്ത കേസിലാണ് മുൻകൂർ ജാമ്യം. കണ്ണൂർ തോട്ടട ITIയിൽ KSU SFI സംഘർഷം. KSU പ്രവർത്തകർ ക്യാമ്പസിനുള്ളിൽ കെട്ടിയ കൊടി SFI പ്രവർത്തകർ തകർത്തതോടെയാണ് സംഘർഷമുണ്ടായത്. ക്യാമ്പസിനുള്ളിൽ പ്രവർത്തകർ പരസ്പരം ഏറ്റുമുട്ടി. സംഘർഷം കനത്തതോടെ പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിവീശി. നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏകാദശി ദിനത്തിലെ ഉദയാസ്തമയ പൂജ മാറ്റിയതിനെതിരായ ഹർജിയിൽ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിക്ക് നോട്ടീസ്. വൃശ്ചിക മാസത്തിലെ പൂജ തുലാമാസത്തിലേക്ക് മാറ്റിയതിനെതിരെ സമർപ്പിച്ച ഹർജിയിലാണ് നോട്ടീസ് നൽകിയത്. വെബ്സൈറ്റിലെ പൂജാ പട്ടിക അതുപോലെ നിലനിർത്തണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. ആചാരങ്ങൾ അതേപടി തുടരേണ്ടതായിരുന്നുവെന്നും കോടതി വിലയിരുത്തി. കരിങ്ങാലി വെള്ളക്കുപ്പി കാണുമ്പോൾ ബിയറാണെന്ന് തോന്നുന്നവരുടെ മനോനില പരിശോധിക്കണമെന്ന് CPM വനിതാ നേതാവ് ചിന്ത ജെറോം. കൊല്ലം ജില്ലാ സമ്മേളനത്തിനിടെ പ്രചരിച്ച ചിത്രങ്ങൾക്ക് മറുപടിയായിട്ടാണ് ചിന്ത ഫേസ്ബുക്കിൽ കുറിപ്പെഴുതിയത്. ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചതിന്റെ ഭാഗമായാണ് പ്ലാസ്റ്റിക് കുപ്പിവെള്ളം ഉപേക്ഷിച്ച് പുനരുപയോഗിക്കാൻ കഴിയുന്ന കുപ്പിയിൽ കരിങ്ങാലി വെള്ളം സമ്മേളന നഗരിയിൽ വിതരണം ചെയ്തത്. സ്വന്തമായി അരവണ കണ്ടെയ്നർ നിർമ്മിക്കാനുള്ള പ്ലാന്റിന് ഈ സീസൺ ഒടുവിൽ തന്നെ തുടക്കമാകുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ചെലവ് ചുരുക്കി ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നിലയ്ക്കലിൽ അരവണ കണ്ടെയ്നർ പ്ലാന്റ് എന്ന ആശയത്തിലേക്ക് ദേവസ്വം ബോർഡ് എത്തിയത്. നിലയ്ക്കലിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഭൂമിയിലാകും 3 കോടി മുതൽ മുടക്ക് പ്രതീക്ഷിക്കുന്ന പ്ലാന്റ് വരികയെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോഴിക്കോട് ബീച്ച് റോഡിൽ പ്രമോഷൻ വീഡിയോ ചിത്രീകരണത്തിനിടെയുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുക്കും. തലയ്ക്ക് പിന്നിലേറ്റ ക്ഷതമാണ് ആൽവിന്റെ മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. വീഡിയോ എടുക്കുന്നതിനിടെ യുവാവിനെ ഇടിച്ചത് ബെൻസ് കാർ തന്നെയാണെന്നും പോലീസ് സ്ഥിരീകരിച്ചു.
സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻകുതിപ്പ്. ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് പവൻ വില 640 രൂപ വർദ്ധിച്ച് 58,280 രൂപയിലെത്തി. ഗ്രാം വില 80 രൂപ ഉയർന്ന് 7,285 രൂപയുമായി. തുടർച്ചയായ മൂന്നാം ദിവസമാണ് സ്വർണ്ണവിലയിൽ മുന്നേറ്റമുണ്ടാകുന്നത്. ഇതോടെ ഈ ആഴ്ചയിലെ മാത്രം വർധന 1,360 രൂപയാണ്. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ഇന്ത്യ സഖ്യ നേതൃതർക്കത്തിൽ കോൺഗ്രസിന് പിന്തുണ അറിയിച്ച് DMK. മമതയുടെ പാർട്ടിയെ തമിഴ്നാട്ടിൽ ആർക്കും അറിയില്ലെന്ന് DMK വക്താവ് TKS ഇളങ്കോവൻ പറഞ്ഞു. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ കോൺഗ്രസിന്റെ ശക്തമായ സാന്നിധ്യമുണ്ടെന്നും സഖ്യത്തെ ആര് നയിക്കണമെന്ന് ഒരു പാർട്ടിക്ക് തനിച്ചു തീരുമാനിക്കാനാകില്ലെന്നും ഇളങ്കോവൻ പറഞ്ഞു. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കാറിൽ നിന്നിറങ്ങി ലോക്സഭയിലേക്ക് കയറി വരുമ്പോൾ പ്രതിഷേധ സൂചകമായി റോസാപ്പൂവും ത്രിവർണ പതാകയും നൽകി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. നവംബർ 20 ലോക്സഭാ സെക്ഷൻ ആരംഭിച്ചതുമുതൽ അദാനി വിഷയമാണ് കോൺഗ്രസ് നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും US വിവാദ വ്യവസായി ജോർജ് സോറോസുമായി ബന്ധമുണ്ടെന്നാരോപിച്ചാണ് BJP പ്രതിരോധം തീർക്കുന്നത്. മുർഷിദാബാദ് ജില്ലയിലെ ബൽദംഗയിൽ ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കുമെന്ന തൃണമൂൽ കോൺഗ്രസ് MLA ഹുമയൂൺ കബീറിന്റെ പ്രസ്താവന വീണ്ടും വിവാദത്തിൽ. ബാബറി മസ്ജിദ് തകർത്തതിന്റെ വാർഷികത്തിലായിരുന്നു MLAയുടെ പ്രസംഗം. ബൽദംഗയിലെ ഒരു മദ്രസയിലായിരുന്നു പരിപാടി. ദക്ഷിണ കൊറിയൻ മുൻ പ്രതിരോധ മന്ത്രി അറസ്റ്റിന് തൊട്ടുമുൻപ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതായി റിപ്പോർട്ട്. പട്ടാള നിയമം നടപ്പാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചതായി ആരോപിക്കപ്പെടുന്ന പ്രതിരോധ മന്ത്രി കിം യോങ് ഹ്യൂൻ ആണ് ഔദ്യോഗികമായി അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുൻപ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. കഴിഞ്ഞ വ്യാഴാഴ്ച രാജിവെച്ച പ്രതിരോധ മന്ത്രി ഞായറാഴ്ച മുതൽ കസ്റ്റഡിയിലാണ്. ഉത്തർപ്രദേശിലെ 185 വർഷം പഴക്കമുള്ള മുസ്ലിം പള്ളിയുടെ ഒരു ഭാഗം പൊളിച്ചു നീക്കി. ഫത്തേപൂർ ജില്ലയിൽ ബന്ദ ബഹ്റൈച്ച് ഹൈവേക്ക് സമീപത്ത് കയ്യേറ്റം ആരോപിച്ചാണ് പള്ളിയുടെ ഒരു ഭാഗം അധികൃതർ പൊളിച്ചത്. പൊളിച്ച ഭാഗം നിയമവിരുദ്ധമായി സ്ഥലം കയ്യേറി നിർമ്മിച്ചതാണെന്ന് രേഖയുണ്ടെന്നും കഴിഞ്ഞ 3 വർഷമായി പരാതി ഉയർന്നു വന്നതാണെന്നും ജില്ലാ ഭരണകൂടം അവകാശപ്പെട്ടു. സിറിയയിൽ നിന്ന് 75 ഇന്ത്യക്കാരെ ഒഴിപ്പിച്ചുവെന്നും എല്ലാവരും ലെബനൻ അതിർത്തി കടന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഇവരെ വിമാനങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് ഇന്ത്യയിലേക്ക് എത്തിക്കുമെന്നും സിറിയയിൽ ഇനിയുള്ളവർ ജാഗ്രത പാലിക്കാനും എംബസിയുമായി സമ്പർക്കത്തിൽ ഇരിക്കാനും വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.